നമസ്കാരം. ഇന്ന് പ്രണയ ദിനമാണ്. ഇന്നത്തെ ദിവസം കേൾക്കേണ്ടി വന്ന കൊലപാതക വാർത്തകളും അത്ര സുഖകരമുള്ളതല്ല. ഭോപ്പാലിൽ സ്വന്തം കാമുകിയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളിയിരിക്കുകയാണ് ഒരു യുവാവ്. നോയിഡയിലാകട്ടെ പ്രണയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് യുവാവ് കാമുകിയെ വെടിവെച്ചു കൊന്നു. പിന്നാലെ സ്വയം വെടിയുതിർത്ത് മരിച്ചു. ഈ വാർത്തകളിലേക്കൊക്കെ നമുക്ക് വിശദമായി തന്നെ പോകാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. വാലന്റൈൻസ് ദിനത്തിൽ തന്നെ മധ്യപ്രദേശിൽ നിന്ന് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ഒരു 33-കാരിയെ കൊന്ന് മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളിയിരിക്കുന്നു. ക്രൂര കൊലപാതകം ചെയ്തതാകട്ടെ സ്വന്തം കാമുകന് കൂട്ടുനിന്നതോ അവന്റെ കുടുംബവും. ഭോപ്പാലിലെ നിഷാദ്പുരയിലാണ് അതിദാരുണമായി ഈ കൊലപാതകം നടന്നത്. മഹാരാഷ്ട്ര ഗോണ്ടിയ സ്വദേശിനിയായ അഷ്റഫീസിയ എന്ന യുവതിയെ അവളുടെ കാമുകനായ സമീറും കുടുംബവും ചേർന്ന് കൊന്ന് പെട്ടിയിലാക്കി സെപ്റ്റിക് ടാങ്കിൽ തള്ളി. വ്യാഴാഴ്ചയാണ് സമീറിന്റെ വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിലെ സെപ്റ്റിക് ടാങ്കിൽ സിയയുടെ മൃതദേഹം കണ്ടെത്തിയത്. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ ഇവിടെ കളിക്കാനെത്തിയ കുട്ടികളാണ് നാട്ടുകാരെ വിവരമറിയിക്കുന്നത്. തുടർന്ന് നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തി. സെപ്റ്റിക് ടാങ്കിൽ പരിശോധിച്ചപ്പോൾ പോലീസിന് ലഭിച്ചതാകട്ടെ ഒരു വലിയ ഇരുമ്പ് പെട്ടി. ഇത് പുറത്ത് എടുത്ത് തുറന്നതോടെ പോലീസും ചുറ്റും കൂടി നിന്നവരുമൊക്കെ ഒന്ന് ഞെട്ടി. ആ ഇരുമ്പ് പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നത് അഴുകിയ നിലയിലുള്ള ഒരു മൃതദേഹമായിരുന്നു. മൃതദേഹത്തിന് ഏകദേശം 4 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കഴുത്ത് ഞെരിച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്നും പോലീസ് കണ്ടെത്തി. യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന ടാറ്റുവാണ് ആരാണ് മരിച്ചതെന്ന് കണ്ടെത്തുന്നതിൽ നിർണായക തെളിവായി മാറിയത്. 26 മെയ് 1992 എന്ന ജനന തീയതിയാണ് സിയയുടെ കയ്യിൽ ടാറ്റു ചെയ്തിരുന്നത്. ഇത് കേന്ദ്രീകരിച്ചും മറ്റു വിവരങ്ങൾ ശേഖരിച്ചും നടത്തിയ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടത് സമീറിന്റെ വീട്ടിൽ താമസിച്ചിരുന്ന സിയയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തിനായിരിക്കാം സമീർ തനിക്കൊപ്പം താമസിച്ചിരുന്ന തന്റെ കാമുകിയെ കൊന്നിട്ടുണ്ടാവുക? അതിന് അവനോടൊപ്പം അവന്റെ കുടുംബവും കൂട്ടുനിന്നത് എന്തിനായിരിക്കാം? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. ഏകദേശം 1 വർഷം മുൻപ് ഇൻസ്റ്റഗ്രാം വഴിയാണ് സിയയും സമീറും പരിചയപ്പെടുന്നത്. എന്നാൽ ആ പരിചയം വൈകാതെ തന്നെ പ്രണയത്തിന് വഴിമാറി. ആ പ്രണയം വളർന്നതോടെ 3 മാസം മുൻപ് സിയ വീട് വിട്ടിറങ്ങി. തുടർന്ന് ഭോപ്പാലിലെത്തി സമീറിനൊപ്പം താമസം ആരംഭിച്ചു. പക്ഷേ ഭോപ്പാലിലെത്തിയ ശേഷമാണ് സമീറിന് ഭാര്യയും 2 കുട്ടികളും ഉണ്ടെന്ന കാര്യം സിയ അറിയുന്നത്. എന്നാൽ സത്യമൊക്കെ അറിഞ്ഞിട്ടും സിയ സമീറിനൊപ്പം തന്നെ താമസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ സിയയും സമീറിന്റെ ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാവുന്നതും പതിവായി. വഴക്കും തർക്കവും പതിവായതോടെ സമീറിന്റെ ഭാര്യ ആ വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി. ഈ സമയത്തൊക്കെ തന്നെ സിയ വിവാഹം കഴിക്കാനായി സമീറിനെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. വിവാഹത്തിന് സമ്മതമല്ലെങ്കിൽ 5 ലക്ഷം രൂപ നൽകണമെന്നും അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുമെന്നും സിയ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ച ഇരുവരും തമ്മിൽ ഇതേ കാര്യത്തെ ചൊല്ലി തർക്കമുണ്ടായി. ഈ തർക്കത്തിന് പിന്നാലെ സമീർ സിയയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനായി സമീർ സഹോദരനെയും മാതാവിനെയും സഹായം തേടി വിളിക്കുകയായിരുന്നു. ഇവരുടെ സഹായത്തോടെ മൃതദേഹം ഇരുമ്പ് പെട്ടിയിലാക്കി രാത്രി സമീപത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിലെ സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിച്ചു. സംഭവത്തിൽ മുഖ്യപ്രതിയായ സമീർ ഒളിവിലാണ്. ഇയാളുടെ സഹോദരനെയും മാതാവിനെയും സഹോദരിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമീറിന്റെ ഭാര്യയ്ക്കും കൃത്യത്തിൽ പങ്കുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ്.
അതേസമയം കൊല്ലപ്പെട്ട സിയയുടെ പശ്ചാത്തലത്തെക്കുറിച്ചും പോലീസ് ചില വിവരങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ട യുവതി നേരത്തെ 3 തവണ വിവാഹം ചെയ്തെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് യുവതി നേരത്തെ വിവാഹം കഴിച്ചിട്ടുള്ളതെന്നും പോലീസ് വ്യക്തമാക്കി. മറ്റൊരു വാർത്ത വരുന്നത് നോയിഡയിൽ നിന്നാണ്. നോയിഡയിൽ ലോക്ക് ചെയ്ത കാറിനുള്ളിൽ 32 വയസ്സുള്ള ഒരു പുരുഷനെയും 26 വയസ്സുള്ള ഒരു സ്ത്രീയെയും വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. എന്തായിരിക്കും അവർക്കിരുവർക്കുമിടയിൽ സംഭവിച്ചിട്ടുണ്ടാവുക? അതൊരു ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ? ഇന്ന് പുലർച്ചെ നോയിഡയിലെ സെക്ടർ 107 പ്രദേശത്ത് ഒരു കാർ ഏറെ നേരമായി നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്നത് അവിടുത്തെ നാട്ടുകാരായിരുന്നു. കാർ അവിടെ നിന്നും എടുക്കാതെ വന്നതോടെ സെക്ടർ 39 പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പില്ലർ നമ്പർ 84 സമീപമുള്ള ദാദ്രി റോഡിന് സമീപം സംശയാസ്പദമായ രീതിയിൽ ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്ന വിവരം നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തിയതോടെ സംഭവമാകെ മാറി മറിഞ്ഞു. കാർ പരിശോധിച്ച പോലീസ് അതിനുള്ളിൽ കണ്ടെത്തിയത് മരിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയെയും പുരുഷനെയുമാണ്. 32 വയസ്സുള്ള ഒരു പുരുഷനും 26 വയസ്സുള്ള ഒരു സ്ത്രീയുമായിരുന്നു വെടിയേറ്റ് മരിച്ച നിലയിൽ കാറിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇരുവരുടെയും തലയിൽ വെടിയേറ്റ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് എത്തി പരിശോധിക്കുമ്പോൾ കാർ അകത്തുനിന്നും ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. അതുതന്നെയാണ് ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് വിരൽ ചൂണ്ടാനുള്ള പ്രധാന കാരണവും. കൂടാതെ മരിച്ചു കിടന്ന പുരുഷന്റെ കയ്യിൽ നിന്ന് ഒരു പിസ്റ്റൾ കൂടി കണ്ടെടുത്തതോടെ പ്രഥമ ദൃഷ്ട്യാ ആത്മഹത്യ ആയിരിക്കാമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംശയം വർദ്ധിച്ചു. ഇരുവരും പ്രണയത്തിലായിരുന്നെന്നും പിന്നീടുണ്ടായ തർക്കത്തെ തുടർന്ന് കാറിനുള്ളിൽ വെച്ച് സ്ത്രീയെ വെടിവെച്ച ശേഷം പുരുഷൻ സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. 14 फरवरी को सेक्टर 39 थाना अंतर्गत सेक्टर 107 नोएडा दादरी रोड के पिलर नंबर 84 के पास एक दिल्ली नंबर की कार होने की सूचना प्राप्त हुई। प्राप्त सूचना पर थाना 39 की पुलिस मौके पर पहुंची तथा कार का निरीक्षण किया गया। कार के अंदर एक लड़का और लड़की के सिर में गोली लगी हुई पाई गई। लड़के के हाथ में पिस्टल थी और कार अंदर से लॉक पाई गई। प्रथम दृष्टया यह आत्महत्या का मामला प्रतीत होता है। मृतकों की पहचान सुमित और उसके एक साथी के रूप में की गई है। परिजनों को सूचित कर दिया गया है। घटना स्थल फोरेंसिक टीम द्वारा निरीक्षण किया गया है और 100 का पंचायतनामा भर करके पोस्टमार्टम हेतु भेजा गया है। अन्य आवश्यक विधिक कार्रवाई की जा रही है। ഡൽഹിയിലെ ത്രിലോക്പുരി സ്വദേശി സുബിത്ത്, നോയിഡയിലെ സെക്ടർ 101 സലാർപൂർ സ്വദേശിനി രേഖ എന്നിവരാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് ഇവരുടെ കുടുംബങ്ങളെയും വിവരമറിയിച്ചിട്ടുണ്ട്. ഇരുവരുടെയും മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. മരണകാരണം ആത്മഹത്യയോ അതോ കൊലപാതകമോ എന്ന് കൃത്യമായി കണ്ടെത്തുന്നതിനായി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. കൊലപാതകവുമായി ബന്ധപ്പെട്ട മറ്റ് വൃത്തങ്ങൾ നൽകുന്ന വിവരം ഇങ്ങനെയൊക്കെയാണ്. और जो लड़की और लड़की की जो डेड बॉडी मिली है लगभग पिछले 12-15 साल से रिलेशनशिप में थे। लड़की फैमिली फंक्शन में आती थी। लड़के के परिवार की तरफ से किसी भी तरीके का कोई दबाव या कुछ नहीं था। लड़का पिछले 12-15 साल से उसको ऑफिस ले जाता था, लाता था। अभी जो नई गाड़ी खरीदी है वो भी उस लड़की के लिए खरीदी थी। एक फ्लैट उसको खरीद के दिया गया था। लड़के ने घर पे जिद करके कि मैं उस लड़की को लेकर शादी के बाद अलग रहूंगा। लगभग जो है आप समझ सकते हैं कि नोएडा में 2 BHK का फ्लैट की जो कीमत होगी वो क्या होगी। तो इतना कुछ वो पिछले 10-12 साल से उस लड़की के लिए कर रहा था। लेकिन पिछले कुछ समय से मुझे जो पता चला है कि लड़की के परिवार की तरफ से कास्ट को लेकर जो है लगातार जो है लड़की और लड़के दोनों को ताने दिए जा रहे थे। तो जैसा कि मैंने कहा अभी कि
भारत जैसे देश में, डेवलपमेंट विकासशील देश में आज भी जो है एक युवक और युवती जो है वो जातिवाद की भेंट चढ़ गए। मैं तो इतना ही कहना चाहूंगा बस। बिल्कुल बिल्कुल, इंटरनेशनल कॉल से धमकी आ रही थी। जो പോലീസ് നൽകുന്ന വിശദീകരണം, പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇതൊരു ആത്മഹത്യയല്ല എന്ന വിവരമാണ് പുറത്തു വരുന്നതെങ്കിൽ എങ്ങനെ, എന്തിനു വേണ്ടി, ആര്, എപ്പോൾ ഈ കൊലപാതകം നടത്തിയെന്നുള്ളതിനൊക്കെ ഉത്തരം ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി ഇതൊരു കൊലപാതകമാണെങ്കിൽ തന്നെ കൊലപാതകി അതിസമർത്ഥനാകാനുള്ള സാധ്യതയും ഏറെയാണ്. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ നടപടികൾ പുരോഗമിക്കുകയാണ്. മരിച്ചയാളും മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളും തമ്മിലുള്ള ബന്ധം ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. പഞ്ചാബിൽ ഒരു കർഷകൻ തന്റെ കുടുംബത്തെ ആകെ തോക്കുപയോഗിച്ച് വെടിവെച്ചു. ഒടുക്കം സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചു. പിന്നിലെ കാരണം തിരയുകയാണ് പോലീസ്. പഞ്ചാബിലെ ഫിറോസ്പൂരിലെ ബാജിത്പൂർ ഗ്രാമത്തിലാണ് സംഭവം നടക്കുന്നത്. ഗ്രാമത്തിലെ 37-കാരനായ ഒരു കർഷകൻ തന്റെ ഭാര്യയെയും 4 വയസ്സുള്ള മകനെയും വെടിവെച്ച ശേഷം ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ചയാണ്. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതായിരുന്നു ജഗ്സീർ സിംഗിന്റെ കുടുംബം. വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിഞ്ഞിരുന്ന ഒരു കുടുംബം. പതിവ് പോലെ തന്നെ ജോലിക്ക് പോയതായിരുന്നു കർഷകനായ ജഗ്സീർ. ഭാര്യയാകട്ടെ മൂത്ത മകനായ അഭിജിത് സിംഗിനെ സ്കൂളിലേക്ക് അയച്ച് ഇളയ മകനോടൊപ്പം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വൈകുന്നേരം 3 മണിയോടെയാണ് ജഗ്സീർ സിംഗ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. എന്നാൽ ജഗ്സീർ മടങ്ങിയെത്തിയതോടെ ഇരുവരും തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് തർക്കമായി. തർക്കം മൂർച്ഛിച്ചതോടെ ജഗ്സീർ ദേഷ്യത്തോടെ തന്റെ മുറിയിലേക്ക് പോയി. പിന്നീട് അയാൾ മുറിക്ക് പുറത്തെത്തിയത് തിരനിറച്ച ഒരു തോക്കുമായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ അയാൾ തന്റെ ഭാര്യയ്ക്കും 4 വയസ്സുകാരനായ മകനും നേരെ നിറയൊഴിച്ചു. പിന്നാലെ തന്നെ സ്വന്തം നിറയൊഴിച്ച് അയാൾ ആത്മഹത്യക്കും ശ്രമിച്ചു. വെടിയൊച്ച കേട്ട് ഓടിയെത്തിയ അയൽക്കാരാണ് പരിക്കേറ്റവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പരിക്കുകൾ ഗുരുതരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അവരെ പിന്നീട് ലുധിയാനയിലെ DMCയിലേക്ക് മാറ്റുകയും ചെയ്തു. മൂത്ത കുട്ടിയായ അഭിജിത് സിംഗ് സംഭവ സമയം വീട്ടിൽ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് ആ കുട്ടിയെങ്കിലും ജഗ്സീറിന്റെ തോക്കിൻ മുനയിൽ നിന്നും രക്ഷപ്പെട്ടത്. ജഗ്സീർ സിംഗ്, ഭാര്യ നവദീപ് കൗർ, മകൻ വീർ സർദീപ് സിംഗ് എന്നിവർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് റൂറൽ DSP കരൺ ശർമ്മ പറഞ്ഞു. जी अज एक बहुत अनफॉर्चुनेट इंसीडेंट होया पिंड वजीदपुर विच शाम तकरीबन 3 वजे की घटना है जिस विच हुण तक ये पता लग्या कि जगसीर सिंह नाम का एक व्यक्ति है जिसकी उम्र तकरीबन 35 साल है। उसने अपनी पत्नी नवनीत कौर, अपने बेटा विरसादीप सिंह नूं गोली मारी है ते आपदे आप को भी गोली मार के सुसाइड करने की कोशिश की है। ते इस विच इसका बेटा जिसकी उम्र 4 साल है उहदे लिवर विच गोली है। इस वेले ही इज़ अंडर ट्रीटमेंट। उसकी वाइफ ते उसदे अपने सिर विच गोली वजी है ते वो दोवें भी अंडर ट्रीटमेंट वेंटिलेटर ते ने ते हजे तक इसका कुछ कारण नहीं पता लग पाया। जल्दी जिवें असी होर डिटेल्स सानू मिलदियां ने ते इन्हां दा ट्रीटमेंट हुंदा वो डिटेल्स असी शेयर करांगे ते जो भी कारण है इस पिछे ओदे बारे पता करांगे। സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം ഇതാണ്. 4 വയസ്സുകാരനായ കുട്ടിയുടെ കരളിലാണ് വെടിയേറ്റിരിക്കുന്നത്. ജഗ്സീറിനും ഭാര്യയ്ക്കും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഏക്കർ കണക്കിന് ഭൂമിയുള്ള അത്രയും സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലെ ഒരാൾ ഇത്ര ഭയാനകമായ ഒരു കൊലപാതക ശ്രമം നടത്തിയതിന്റെ നടുക്കത്തിലാണ് എല്ലാവരും. സ്വന്തം മകനെ പോലും അയാൾ വെറുതെ വിടാതിരുന്നതിന്റെ കാരണം തിരയുകയാണ് ഇപ്പോൾ നാട്ടുകാർ.
ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഡൽഹിയെ വിറപ്പിച്ച കൊലപാതകമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പീരാഗർഹിയിൽ നടന്നത്. ഒരു സ്വയം പ്രഖ്യാപിത ആൾദൈവം കൊന്നൊടുക്കിയത് 3 പേരെയാണ്. സംഭവത്തിൽ ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഫെബ്രുവരി 8-നായിരുന്നു ഡൽഹിയെ ഞെട്ടിച്ച് ആ 3 കൊലപാതകങ്ങൾ നടക്കുന്നത്. പീരാഗർഹി ഫ്ലൈ ഓവറിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കാറിനുള്ളിൽ രൺധീർ, ശിവ് നരേഷ് സിംഗ്, ലക്ഷ്മി ദേവി എന്നീ 3 പേരുടെ മൃതദേഹം കണ്ടെത്തിയതോടെയാണ് വാർത്ത കാട്ടുതീ പോലെ പരക്കുന്നത്. കൊലപാതകം നടന്ന് 4 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ പ്രതി പിടിയിലാവുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് നിവാസിയായ ബാബ എന്നറിയപ്പെടുന്ന കമറുദ്ദീനാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിയിലായത്. അലൂമിനിയം ഫോസ്ഫൈഡ് കീടനാശിനി, ഉറക്ക ഗുളികകൾ, ഒരു പ്രത്യേകതരം ശീതളപാനീയം എന്നിവ ഉപയോഗിച്ച് പ്രതി മാരകമായൊരു മിശ്രിതം തയ്യാറാക്കിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇരകളെ മിശ്രിതം കഴിക്കാൻ നിർബന്ധിച്ചതായും ഇതാണ് അവരുടെ മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. സാമ്പത്തികമോ വ്യക്തിപരമോ ആയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളെയാണ് കമറുദ്ദീൻ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. ഇവർക്കൊക്കെ തന്നെ ധൻവർഷ അഥവാ പെട്ടെന്നുള്ള സമ്പത്ത് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ മരണപ്പെട്ട 3 പേരെയും മന്ത്രവാദത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. കാരണം മരണപ്പെട്ട ലക്ഷ്മിയുടെ ഫോണിൽ നിന്ന് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും നിരവധി ഫോട്ടോകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുള്ളത്. ശിവനരേഷിന്റെ ഫോണിലും മറ്റും നടത്തിയ പരിശോധനയിൽ നിന്ന് മന്ത്രവാദവുമായി ബന്ധപ്പെട്ട ചില മന്ത്രങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചതും. CCTV ദൃശ്യങ്ങളിൽ പ്രതി അന്ന് രാവിലെ ഇരകളുടെ കാറിന്റെ മുൻ സീറ്റിൽ ഇരിക്കുന്നതായുള്ള ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയായ കമറുദ്ദീൻ പിടിയിലായ ശേഷം പോലീസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. अभी इन्वेस्टिगेशन तो जारी है, रिमांड लिया है इसका. सो और लोगों से भी पता कर रहे हैं कि किस टाइप की बातें करता था ये. बट डेफिनेटली जो इनिशियल इंटरेक्शन लोगों से का होता था वर्ड ऑफ माउथ से, ये ऐसे था कि ये इलनेस क्योर करता है और जो भी झाड़ फूंक करके अपनी इलनेस क्योर करता है. उसके बाद जो भी इसको टारगेट ठीक लगते थे उनको ये बताता था कि मैं पैसों को भी मल्टीपल कर सकता हूँ. इन्वेस्टिगेशन में जो ये निशानदेही करेगा चीजों को लेकर, तो वहाँ और जो भी रिक्रिएट करने की बात है तो फुल सीक्वेंस ऑफ इवेंट्स को रिक्रिएट किया जाएगा और जो भी हमको रिकवरीज एस्टैब्लिश करेंगी जो केस को, तो वो उनके लिए इसको जहाँ भी ले जाना होगा विल बी टेकन. ഏകദേശം 1 വർഷമായി ഇരകളുമായി അയാൾക്ക് ബന്ധമുണ്ടായിരുന്നതായി പോലീസ് കരുതുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ പ്രതി ഒരു കൂടിക്കാഴ്ചയ്ക്ക് 7,000 രൂപ വരെ ഇരകളിൽ നിന്ന് ഈടാക്കുകയും തുന്നലുകളില്ലാതെ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾ നടത്താൻ കഴിയുമെന്ന് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. കൂടാതെ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി എന്നിവിടങ്ങളിലായി 6 കൊലപാതക കേസുകളിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് ഔദ്യോഗികമായി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴും ബാക്കിയാകുന്ന സംശയം ഇത്തരം മന്ത്രവാദ പ്രവർത്തനങ്ങളുടെ ഉറവിടം എവിടെ നിന്നെന്നതാണ്. ആരായിരിക്കും കമറുദ്ദീനെ ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടാവുക? അതിലേക്ക് വരുമ്പോൾ 2010-ൽ ഉത്തർപ്രദേശിൽ നിന്നാണ് കമറുദ്ദീൻ മന്ത്രവാദ പ്രവർത്തനങ്ങൾ പഠിക്കുന്നത്. രാജസ്ഥാനിൽ കുഞ്ഞുണ്ടാകാതിരുന്ന ദമ്പതികൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനായി കമറുദ്ദീന്റെ സഹായം തേടിയതാണ് ഇയാളുടെ പേരിലുള്ള ആദ്യത്തെ കേസ്. ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരം അയാൾ ഈ സ്ത്രീയെ പിന്നീട് കൊലപ്പെടുത്തുകയാണുണ്ടായത്. കമറുദ്ദീനെ പറ്റി ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കാനാവുന്നത് ഇയാൾ അത്ര നിസ്സാരക്കാരനല്ല. ഒരുപക്ഷെ ഈ 3 പേരുടെ കൊലപാതകത്തിന് പിന്നിലെ കാരണം തേടിപ്പോകുന്ന പോലീസ് എത്തിച്ചേരുക വലിയൊരു കൊലപാതക പരമ്പരയിലേക്ക് തന്നെയാകാനുള്ള സാധ്യതയും ചെറുതല്ല. അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.